അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ മലയാളികളുടെ പ്രിയപ്പെട്ട നടിയൊക്കെയായിരുന്നു നമ്മുടെ ഗീതു മോഹൻദാസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനായിട്ട് എത്തിയിട്ടുള്ള ടോക്സിക് സിനിമ. ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഓൾറെഡി ചെയ്തതാണ്. ഫുള്ള് കണ്ടിട്ട് ഇതിൻ്റെ റിവ്യൂ പറയണമെന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് ഹാഫിനെക്കാട്ടിൽ കുറച്ചുകൂടെ മികച്ച് നിൽക്കുന്നതാണോ സെക്കൻഡ് ഹാഫ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണമല്ലോ അല്ലേ. അപ്പം മൊത്തത്തിലുള്ള റിവ്യൂ അങ്ങ് പറഞ്ഞേക്കാം. ഡയറക്ടർ നമ്മുടെ ഗീതു മോഹൻദാസ് ആണ്. പിന്നെ പകുതി ഇതിനകത്ത് നമ്മുടെ യാഷ് ഡയറക്ടർ എന്നാണ് പറയുന്നത്. പ്രൊഡ്യൂസർ നമ്മുടെ യാഷ് തന്നെയാണ്. പിന്നെ നമ്മുടെ വെങ്കട്ട്, ഇവർ രണ്ടുപേരോട് ചേർന്നിട്ടാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് രവി ബഷർ, ഷാൽ മിശ്ര ഉണ്ട്, തനിക്. സിനിമോട്ടോഗ്രാഫി രാജീവ് രവിയാണ്. സിനിമോട്ടോഗ്രാഫി BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കിഡിലനാണ്. അതുപോലെ ഇതൊരു വിഷ്വൽ ട്രീറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ഐമാക്സ് തിയേറ്ററിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു ലെവലായിരിക്കും കേട്ടോ. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് കഥ തന്നെയാണ്. ഒരുമാതിരി കാട്ടപരാധം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലത്തെ ഒരു എന്താണ് ഇതിനകത്ത് ഇത് ചെയ്തു, അല്ലെങ്കിൽ എന്താണ് ഗീതു മോഹൻദാസ് ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ചതെന്നുള്ളതാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ ആലോചിച്ചത്. ഫസ്റ്റ് ഹാഫ് ഫുള്ള് വെടിവെപ്പും കളിയും തന്നെ, അല്ലാതെ വേറെ ഒന്നും ഇതിനകത്ത് ഇല്ല കേട്ടോ. ഉള്ള പച്ചയായിട്ട് പറയാം, 18+ ആണ് സിനിമ. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു സിനിമ അല്ല ഞാൻ ആദ്യം തന്നെ എടുത്ത് പറയാണ്. ഫസ്റ്റ് ഹാഫും മൊത്തം ഈ പറഞ്ഞ ഗീതു മോഹൻദാസ് ഞാൻ നേരത്തെ എൻ്റെ ഫസ്റ്റ് ഹാഫിൽ പറഞ്ഞായിരുന്നു, നമ്മുടെ മമ്മൂക്കാടെ ഒരു കസബ എന്ന് പറഞ്ഞ സിനിമ വന്ന സമയത്ത് അതിനകത്തൊരു പോലീസുകാരുടെ ബെൽറ്റ് കയറി പിടിക്കുന്ന ഒരു സീനുണ്ടല്ലോ. അത് കണ്ടിട്ട് ഭയങ്കര രീതിയിലൊക്കെ ആ ഫെമിനിസം അങ്ങോട്ട് വർക്കായി അങ്ങോട്ട് വന്ന് പറഞ്ഞൊക്കെ നമ്മൾ കേട്ടല്ലോ. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരൊക്കെ എന്താണെന്നുള്ളത്. അപ്പൊ നയൻതാരയാണ് നമ്മുടെ രായ എന്ന് പറഞ്ഞ നമ്മുടെ ഹീറോ, നമ്മുടെ റോക്കിംഗ് സ്റ്റാർ. രായയുടെ സഹോദരിയായിട്ട് നമ്മുടെ നയൻതാരയാണ് ഗംഗ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് വരുന്നത്. 1947 ആ ഒരു കാലഘട്ടമാണ് ഇതിന്റെ ഫസ്റ്റ് കാണിക്കുന്നത്. ഗ്യാമ്പിളും അതുപോലെ തന്നെ സ്മഗ്ലിങ്ങും അതും ഇതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളും, മൊത്തം വെടിവെപ്പും പുകയും തന്നെ. പിന്നെ സിഗരറ്റ് വലിച്ചു കൂട്ടുന്നതിനൊന്നും കയ്യും കണക്കില്ല. എനിക്കൊന്ന് ഇതിനൊക്കെ വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കോടികൾ മുടക്കിയെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് ഹാഫിൽ പിന്നെ റിവഞ്ചാണ്. പിന്നെ അതായത് ആദ്യ ഭാര്യയിലുണ്ടാകുന്ന മകൻ യാഷിനെ വധിക്കാനായിട്ട് വരുന്നു കേട്ടോ. അത് നമ്മുടെ കിര അദ്വാനി, പുള്ളിക്കാരി ഇതിനകത്തൊരു സർക്കസിലെ ഒരു ആർട്ടിസ്റ്റായിട്ടാണ് വരുന്നത്. പുള്ളിക്കാരിയിൽ ഉണ്ടാകുന്ന ഒരു മകൻ, അവൻ പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മുടെ യാഷിൻ്റെ മറ്റൊരു വേർഷൻ. യാഷിൻ്റെ താടി മുടിയൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതുപോലത്തെ ഒരു സാധനം. സത്യം പറയാം, സെക്കൻഡ് ഹാഫ് ഈ രണ്ടെണ്ണവും കൂടെ നമ്മളെ വെറുപ്പിച്ചെന്ന് പറഞ്ഞാൽ പോരാ, വെറുപ്പിച്ച് കൊന്നു കളഞ്ഞ്. സെക്കൻഡ് ഹാഫിൽ ഇത്രയും ചിരിച്ചിട്ടുള്ളൊരു സിനിമ വേറെ ഇല്ല കേട്ടോ. ഇപ്പൊ നിവിൻ പോളിയുടെ സിനിമ വന്നിട്ടുണ്ട്, അത് നമ്മൾ കോമഡി കണ്ടാണ് ചിരിച്ചെങ്കിൽ ഇതിനകത്ത് തിയേറ്ററിനകത്ത് ഇരിക്കുന്ന ആളുകളുടെ കമന്റ് കേട്ടിട്ട് നമ്മൾ ചിരിച്ചുപോയി. അതുപോലെ സെക്കൻഡ് ഹാഫിൽ ചിരിച്ച് തലകുത്തിയ ഒരു ഐറ്റം എന്ന് വേണേൽ പറയും. എന്ത് പെർഫോമൻസ് ആണ് യാഷിന്റെ. എനിക്ക് തോന്നുന്നില്ല ഇത്രയും നല്ലൊരു പെർഫോമൻസ് യാഷ് വേറൊരു സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നുള്ളത്. അതുപോലത്തെ ഒരു കാട്ടവരാത സിനിമ കേട്ടോ. സത്യം ഗീതു എന്താണ് പറയാൻ ഉദ്ദേശിച്ചെന്നുള്ള പുള്ളിക്കാരിക്ക് പോലും ഇതുവരെ പിടികിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം സിനിമ തുടങ്ങി ഏതാണ്ടൊരു കുറച്ച് കഴിയുമ്പോൾ തന്നെ കിളി പറന്നു ആൾക്കാരുടെയൊക്കെ. എന്ന് പറഞ്ഞതുപോലെ എഴുതിയ ഗീതുവിനും ഡയറക്റ്റ് ചെയ്ത ഗീതുവിനും അഭിനയിച്ച യാഷിന്റെ ഒക്കെ കിളി പറഞ്ഞിട്ടുള്ള ഒരു സിനിമ. എന്താണ് ഇതൊരു സിനിമ ആണോ എന്ന് പറയാൻ പറ്റുന്നില്ല. വിഷ്വലി ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ടെക്നിക്കൽ വശങ്ങളൊക്കെ ഭയങ്കരമാണ്. കാശ് വാരി എറിഞ്ഞിട്ട് ഈ സംഭവം ചെയ്തിട്ടുണ്ട്. മഞ്ഞിലൊക്കെ കിടന്നിട്ടുള്ള ആ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ഫൈറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപരാധം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല ഇതിനകത്ത്. മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു മുണഞ്ഞ സിനിമ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. 6 മണിക്ക് എഴുന്നേറ്റ് വന്നതാണ് സിനിമ കാണാൻ വേണ്ടി. യാഷേ മോഹൻദാസേ, ഈ പ്രേക്ഷകരോട് ഇത്രയും വലിയൊരു കൊലച്ചതി വേണ്ടായിരുന്നു കേട്ടോ. KGF എന്ന സിനിമയ്ക്ക് ശേഷം യാഷിന്റെ ഒരു അടിപൊളി സിനിമ കാണാൻ വേണ്ടി കാത്തിരുന്ന പ്രേക്ഷകർക്ക് കിട്ടിയത് ഈ ഒരു കാട്ടപരാധത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്കുമ്പോഴല്ലോ സത്യം ചിരി വന്നിട്ട് വേണ്ട. എന്താ പറയണ്ടത്. എന്തായാലും പെർഫോമൻസ് വൈസ് എല്ലാവരും കിട്ടുവാണ്. ഒരു പക്ഷേ ചിലപ്പം ഈ വർഷത്തെ ഏറ്റവും വലിയ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടാൻ പോകുന്നത് യാഷിനായിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം അമ്മാരി പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഡാഡിയും മകനും തമ്മിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കിട്ടില്ല പെർഫോമൻസ്, ഒന്നും പറയാനില്ല. താടിയും മുടിയൊക്കെ വെട്ടി ദൂരെ കളഞ്ഞപ്പോഴത്തേക്ക് യാഷിന്റെ യഥാർത്ഥ രൂപം മകനിലൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റി. റിവഞ്ച്, ഒരു 1.5 റിവഞ്ച്. പിന്നെയാണ് നമ്മുടെ കിളി പറന്നു പോയത്. സത്യം ഇതിനകത്ത് എന്താണ് എന്നുള്ളത് സിനിമ കാണുന്നത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. കഥ മനസ്സിലായവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്ന് കമന്റൂടെ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും